ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മോളിവുഡിലെ അടുത്ത വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് വരാനിരിക്കുന്ന രണ്ട് ഭാഗങ്ങളിൽ ഒരുങ്ങുന്ന സിനിമയാണല്ലോ റോജിൻ തോമസ് സംവിധാനം ചെയ്ത ജയസൂര്യ നായകനെത്തുന്ന ഫാന്റസി സിനിമ കൂടിയായ കത്തനാർ. ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ഈ ബിഗ് ബഡ്ജറ്റ് സിനിമയെക്കുറിച്ച് കഴിഞ്ഞ വർഷം സിനിമ പാക്കപ്പ് ആയതിനു ശേഷം ഒരു അപ്ഡേറ്റും ഇന്നുവരെ പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ കത്തനാറിലെ നായകൻ ജയസൂര്യയുടെ സിനിമയിലെ ഡബിംഗ് വർക്കുകൾ ആരംഭിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇന്ന് ജയസൂര്യ തന്നെയാണ് ഈ കാണുന്ന ചിത്രം പുറത്തുവിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അത് കൺഫേം ചെയ്തിരിക്കുന്നത്. കത്തനാർ എന്ന സിനിമയുടെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ ഉടനെ തന്നെ പ്രതീക്ഷിക്കുന്നു. സിനിമയുടെ ഒരു ഭാഗം നേരത്തെ ഈ വർഷം അവധിക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായത്. എന്നാൽ നിലവിൽ അതിനുള്ള സാധ്യതകൾ കുറവാണ്. എന്തായാലും ഒരു ഭാഗം ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പിക്കാം. അടുത്ത ഭാഗം അടുത്ത വർഷവും റിലീസ് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ അടുത്ത കത്തനാർ വാർത്തകൾക്ക്. 1-2 ദിവസം മുന്നേ പൃഥ്വിരാജിന്റെ ഭാഗങ്ങൾ പൂർത്തീകരിച്ച വിലായത്ത് ബുദ്ധ എന്ന പൃഥ്വിരാജിന്റെ ഈ വർഷം ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയുടെ മുഴുവൻ ഷൂട്ടിംഗ് ഇപ്പോഴത്തെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. ആടുജീവിതത്തിന് ശേഷം പൃഥ്വിരാജ് അഭിനയിച്ച സിനിമകളിൽ വർഷങ്ങളെടുത്ത് ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമ കൂടിയാണ് വിലായത്ത് ബുദ്ധ. സച്ചി എന്ന സംവിധായകന്റെ ഡ്രീം പ്രോജക്റ്റ് കൂടിയാണ് സിനിമ. RRR ശേഷം രാജമൗലി സംവിധാനം ചെയ്യുന്ന അടുത്ത വലിയ ബ്രഹ്മാണ്ഡ സിനിമയിൽ മഹേഷ് ബാബു നായകനെത്തുന്നു. സിനിമയിൽ പൃഥ്വിരാജ് കൂടി അഭിനയിക്കുന്നു എന്നൊക്കെ ഒരു വർഷം മുന്നേ നാം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നീട് ചില പേജസ് എല്ലാം തന്നെ അത് ഫേക്കാണ് എന്നവരെ പറഞ്ഞ് പടർത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും അവസാനം പൃഥ്വിരാജ് മഹേഷ് ബാബു സിനിമയുടെ സെറ്റിൽ നിൽക്കുന്ന ഈ ചിത്രം പുറത്തു വന്നിരിക്കുകയാണ്. പൃഥ്വിരാജിന്റെ സിനിമയിലെ രംഗങ്ങൾ നാളെ മുതൽ ചിത്രീകരിച്ചു തുടങ്ങും. ഒഡീഷയിലാണ് സിനിമയുടെ ചെറിയൊരു ഘട്ട ഷെഡ്യൂൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മോളിവുഡിന്റെ ഏറ്റവും വലിയ സിനിമയായിട്ട് വരാനിരിക്കുന്ന മാർച്ച് 27 റിലീസിനൊരുങ്ങുന്ന സിനിമയാണല്ലോ ലാലേട്ടൻ നായകനെത്തുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ. വലിയ ബഡ്ജറ്റിൽ വരാനായിട്ടൊരുങ്ങുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ വമ്പൻ തുകയ്ക്കായിരിക്കും പല റൈറ്റ്സ് വിറ്റഴിക്കപ്പെടുക എന്ന് നേരത്തെ തന്നെ ഉറപ്പാക്കപ്പെട്ടതാണ്. അടുത്ത 1-2 ആഴ്ചകൾക്കിടയിൽ വരാനായിട്ടിരിക്കുന്നത് എമ്പുരാനെ കുറിച്ചുള്ള വമ്പൻ തുകയുടെ വമ്പൻ ബിസിനസ് അപ്ഡേറ്റ് ആണ് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഒരു മലയാളം സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബിസിനസ് ആണല്ലോ ആ സിനിമയുടെ OTT സാറ്റലൈറ്റ് ഓവർസീസ് റൈറ്റ്സ്. ഈ പറഞ്ഞ റൈറ്റ്സ് എല്ലാം തന്നെ റെക്കോർഡ് തുകയ്ക്ക് സിനിമയുടെ പേരിൽ എമ്പുരാന്റെ പേരിൽ ബിസിനസ് നടത്തി കഴിഞ്ഞു എന്നൊരു റിപ്പോർട്ടാണ് അവസാനമായിട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നത്. ഇനി ആരൊക്കെ സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കി വിവിധ മേഖലകളിൽ, അതോടൊപ്പം തന്നെ എത്ര കോടി രൂപയ്ക്ക് സ്വന്തമാക്കി എന്ന് മാത്രമേ അറിയാനായിട്ടുള്ളൂ. അത് അടുത്ത 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ അപ്ഡേറ്റ് ആക്കപ്പെടും. ഒരുപക്ഷെ ഈ വീക്കെൻഡിൽ അപ്ഡേറ്റ് ആക്കപ്പെടും എന്നൊരു റിപ്പോർട്ടാണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കുക വമ്പൻ റെക്കോർഡ് ബിസിനസ് കളക്ഷന്റെ വാർത്തകൾ കേൾക്കുവാനായിട്ട്.